ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് ആഷിഖ് കപൂർ തന്നെ എഴുതി, ആഷിഖ് കപൂറിൻ്റെ കൂടെ ശ്യാം പുഷ്കരനും സുഹാസും ചേർന്ന് എഴുതി ആഷിഖ് കപൂർ ക്യാമറ ചലിപ്പിച്ച റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ കണ്ടു. സിനിമയുടെ ഒരു ചെറിയ റിവ്യൂ പറയാമെന്ന് എഴുതിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ടെക്നിക്കൽ സൈഡ് വളരെ മികച്ചു നിൽക്കുന്ന സിനിമയാണ്. കഥയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു ത്രെഡിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നു. അതല്ലെങ്കിൽ ആ ത്രെഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു ചെറിയ കഥ. നമ്മൾ ഇത്തരത്തിലുള്ളൊരു സിനിമ കാണുന്ന സമയത്ത് കഥയിലേക്ക് നമ്മൾ കൂടുതൽ കടക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ആക്ഷനാണ് പ്രധാനമായിട്ടും. പ്രത്യേകിച്ചും സിനിമ നമുക്ക് കൃത്യമായിട്ട് പൂർണ്ണ തോതിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ, നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു തിയേറ്ററിൽ കാണുക എന്നുള്ളതാണ് നല്ല പോംവഴി. ഒരുപാട് കഥയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും, ഈ മെലോ ഡ്രാമയോ പ്രതീക്ഷിച്ച് നമ്മൾ ഈ സിനിമയ്ക്ക് പോകേണ്ട കാര്യമില്ല. ആക്ഷൻ സീക്വൻസുകളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഗൺ ഫൈറ്റുകളാണ്. അത്തരത്തിൽ ശരിക്കും നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ അമൽ നീരദ് സംവിധാനം ചെയ്തൊരു സിനിമയുടെ സ്വഭാവമുള്ള തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസുകളുള്ള, സീനുകളുള്ള, അതിനാൽ റിച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അല്ലാതെ ഇപ്പോൾ ഫാമിലി ഓഡിയൻസോ അല്ലെങ്കിൽ അത്തരം ഒരു ആളുകളെയൊന്നും തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നിർമ്മിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി അല്ല റൈഫിൾ ക്ലബ്ബ്. കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് പുതുതലമുറ സിനിമാ സ്നേഹികൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാം തന്നെയും കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു കഥാസന്ദർഭം തന്നെയാണ് റൈഫിൾ ക്ലബ്ബിനുള്ളത്. പ്രത്യേകിച്ചൊരു പുതുമയുള്ള കഥ എന്നൊന്നും പറയാനില്ല. ഒരു വില്ലനായിട്ടുള്ള കഥാപാത്രത്തിന് ചില നഷ്ടങ്ങളുണ്ടാകുന്നു. അതിന് പകരം ചോദിക്കാനായിട്ട് വില്ലൻ ഇറങ്ങുന്നതും പിന്നെ നായകനുമായിട്ടുള്ള പോരാട്ടവും കഥാന്ത്യത്തിൽ നായകൻ വിജയിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു കോമൺ ത്രെഡ് എന്ന് പറയുന്നത്. അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങൾ, അതല്ലെങ്കിൽ അതെങ്ങനെ ഈ പറയുന്ന ഒരു ക്യാൻവാസിൽ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളിടത്താണ് റൈഫിൾ ക്ലബ്ബിൻ്റെ വിജയം ഇരിക്കുന്നത്. നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് നൽകാൻ ആഷിഖ് കപൂറിന് സാധിച്ചിട്ടുണ്ട്. ക്യാമറ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സിനിമയിൽ കാണാൻ വേണ്ടിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു താരസമ്പന്നമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ. ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ആ ക്ലബ്ബിലെ മെമ്പേഴ്സ് എന്നുള്ള കണക്കിലാണ് താരങ്ങളെല്ലാം തന്നെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ എല്ലാവരും തന്നെയും ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഒരു റൈഫിൾ ക്ലബ്ബ്, ആ ക്ലബ്ബിലെ ഭൂരിഭാഗം അംഗങ്ങളും ആ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് എന്നുള്ള രീതിക്ക് തന്നെയാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും നമുക്ക് എപ്പോഴും ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു കഥയ്ക്കൊരു നായകനുണ്ടായിരിക്കും. ഈ സിനിമയിലും സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നായകനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദിലീഷ് പോത്തനെയാണ്. അദ്ദേഹത്തിനെയാണ് ശരിക്കും ഒരു കേന്ദ്ര കഥാപാത്രമാക്കി വെച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സീനുകൾ, അദ്ദേഹം കടന്നു വരുന്ന ഫ്രെയിമുകളിലെല്ലാം തന്നെയും രോമാഞ്ചം തരുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള BGM, ഡയലോഗുകൾ, അത്തരത്തിൽ എല്ലാം കൊണ്ടും ഒരു കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ദിലീഷ് പോത്തന് തന്നെയാണ്. പിന്നെ അതിലൊരു റീ എൻട്രി ഉള്ളതെന്ന് പറയുന്നത് വാണി വിശ്വനാഥിൻ്റെയാണ്. നമ്മൾ ഒരുപാടായിട്ട് വലിയ മുഖ്യധാരാ സിനിമകളിലൊന്നും തന്നെ കാര്യമായിട്ട് കാണാത്ത ഒരു സാന്നിധ്യമാണ്. അതല്ലെങ്കിൽ തന്നെ ഒരു ക്യാമിയോ റോളിലൊക്കെ വന്നു പോകുന്ന ഒരു ക്യാരക്ടറുകളാണ് കൂടുതലായിട്ട് വാണി വിശ്വനാഥ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ കുറച്ചും കൂടെ പ്രാധാന്യമുള്ള ഒരു ശക്തയായിട്ടുള്ള സ്ത്രീ കഥാപാത്രം, ഈ റൈഫിൾ ക്ലബ്ബിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഷാർപ്പ് ഷൂട്ടറായിട്ടുള്ള വ്യക്തിയെന്ന് സിനിമയിലെ കഥ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് വാണി വിശ്വനാഥ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ദർശന രാജേന്ദ്രൻ അവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൊന്നമ്മ, ബാബു, അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അത്തരം ഒരുപാട് നായകർ, എല്ലാവരുടെയും പേരിലേക്കൊന്നും പോകുന്നില്ല. വിജയരാഘവൻ ഒരു വീൽ ചെയറിലിരിക്കുന്ന കഥാപാത്രത്തെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിമനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്, അവരവർക്ക് എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുള്ള റോളുകൾ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ചെയ്തു വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ തുടങ്ങുന്നതെന്ന് പറയുന്നത് നമ്മുടെ പഴയ വിനീത്, പൂച്ചക്കണ്ണുള്ള വിനീത്, അദ്ദേഹം ഒരു റൈഫിൾ ക്ലബ്ബിലേക്ക് മൃഗയ സിനിമയിൽ മമ്മൂട്ടി മെത്തേഡ് ആക്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൽ ഗുഹയിൽ താമസിച്ചു. ആ ട്രെയിലറിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൽ ഗുഹയിൽ താമസിച്ചു, അത്തരത്തിൽ അങ്ങനെ ഈ വേട്ടക്കാരുമായിട്ടൊക്കെ ഇടപഴകിയിട്ടാണ് മൃഗയ സിനിമയിൽ അഭിനയിച്ചത്. അതുകൊണ്ട് 1991 നടക്കുന്ന ഒരു കഥ, മമ്മൂട്ടിയെ അതിൽ ആ ഒരു സിനിമയിൽ ജസ്റ്റ് ഒരു റെഫറൻസ് പോലെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1991 ഒരു നായകനായിട്ടുള്ള വിനീത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഒരു വേട്ടമൃഗം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹം ഒരു സിനിമാ നടനായി തന്നെയാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് വേട്ടയുമായി ബന്ധപ്പെട്ടും ഹണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ റൈഫിൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നതും
അതിന് തൊട്ട് മുൻപ് നടക്കുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവവികാസങ്ങൾ, അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നായകന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു സൈഡിനെ കുറിച്ചാണ്. വില്ലന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള റിവെഞ്ച് സ്റ്റോറികളിലൊക്കെ തന്നെയും ഈ വില്ലൻ കുറച്ചൊരു ഡോമിനൻസ് കുറച്ച് സമയമെങ്കിലും സ്ക്രീനിൽ കൊടുക്കാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയിൽ അത്തരം ഒരു ഡോമിനൻസ് എവിടെയുമില്ല. ഒരു വില്ലൻ്റെ ഒരു ഭീകരത നമുക്ക് ബോധ്യപ്പെടുത്തുന്നതിൽ തിരക്കഥാകൃത്തുക്കൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും അനുരാഗ് കശ്യപാണ് വില്ലനായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് സെൻസേഷനായിട്ടുള്ള ഹനുമാൻ കൈൻറ്റ് ഈ പറയുന്ന അനുരാഗ് കശ്യപിൻ്റെ മോനായിട്ട് വരുന്നു. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവവികാസങ്ങളും അതിൽ നിന്നുള്ള ആ ഒരു പക വീട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഇതിലെവിടെയും തന്നെ ഒരു ക്ലിയർ ഡോമിനൻസ് ഒരു സ്ഥലത്തും വില്ലന് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. പിന്നെ പ്രേക്ഷകരെ ഒരു മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അടുത്ത മൊമെൻറ്റിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സീനുകൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വില്ലൻ കഥാപാത്രത്തിന് കാര്യമായിട്ട് ഡോമിനൻസ് ഒന്നുമില്ല. പക്ഷേ ക്ലിഷേകളൊക്കെ തന്നെയും പൊളിച്ചെഴുതുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം അത്തരത്തിൽ ആഷിഖ് അബു അല്ലെങ്കിൽ ഈ പറയുന്ന കഥ എഴുതിയ ആളുകൾ അതങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കാൻ തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹനുമാൻ കൈൻറ്റിൻ്റെ കാര്യമാണ്. ആക്ച്വലി ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ട്രെയിലർ ഇറങ്ങുന്ന സമയത്തും ഈ ഹനുമാൻ കൈൻറ്റിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ സൂരജിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് വിചാരിച്ചിരുന്നത് ഈ ഹനുമാൻ കൈൻറ്റ് ഒരു സെൻസേഷനാണ്. അപ്പോൾ ആ ഒരു സെൻസേഷനെ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് സിനിമയ്ക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പുഷ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഹനുമാൻ കൈൻറ്റിനെ പ്ലേസ് ചെയ്തത് എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. സിനിമയിലെ ആദ്യ പകുതി വരെ ഹനുമാൻ കൈൻറ്റിന് ത്രൂ ഔട്ടായിട്ടുള്ള റോള് തന്നെയുണ്ട്. ആ ഒരു ഹനുമാൻ കൈൻറ്റിൻ്റെ അഭിനയം അതല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നു അതല്ലെങ്കിൽ ഒരു മുഖ്യധാരാ സിനിമയിൽ വരുന്നു, മുഖം കാണിക്കുന്നു എന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ വൃത്തിയായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും ആഷിഖ് അബു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതിയുടെയൊക്കെ പുറത്തായിരിക്കാം, അതല്ലെങ്കിൽ ഇൻറ്റൻഷനലി ചെയ്ത് തന്നെയായിരിക്കാം സ്ത്രീ കഥാപാത്രങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള റോള് കൊടുത്തിരിക്കുന്നു. ആർക്കും തന്നെ ഒരു പുരുഷ കേന്ദ്രീകൃത സിനിമ എന്ന് തീർത്തും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ദിലീഷ് പോത്തൻ നായകനായ ചിത്രമാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നല്ല സൗണ്ട് ഉള്ള അത്തരത്തിൽ സൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ അത്തരം ടെക്നോളജിയിലൊന്നും തന്നെ കോംപ്രമൈസ് ചെയ്യാത്ത തിയേറ്ററുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ദൃശ്യാനുഭവമായിരിക്കും, ശ്രവണാനുഭവമായിരിക്കും റൈഫിൾ ക്ലബ്ബ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ആർട്ട് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതിൽ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ അങ്ങനെ. പിന്നെ VFX ഒന്നും ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയും കുറച്ചും കൂടിയൊക്കെ വൃത്തിക്ക് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും വളരെ മികച്ച രീതിയിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ്. ഒരു തവണ കാണാം, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. ഒരു ഫ്ലോപ്പാണെന്നോ അതല്ലെങ്കിൽ ഒരു കഥയും ഇല്ലാത്തൊരു സിനിമ എന്ന് പറഞ്ഞ് വിമർശിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത്തരത്തിലുള്ള ഒരു ഷൂട്ടിങ്, ഫൈറ്റ്, ഇത്തരത്തിലുള്ള റിവെഞ്ച് സ്റ്റോറീസ്, ത്രില്ലറുകൾ, ഈ കാറ്റഗറി ഓഫ് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന, റെട്രോ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ഏതൊരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചും ഒരു മികച്ച സിനിമാനുഭവം തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നല്ല സൗണ്ടുള്ള അതല്ലെങ്കിൽ നല്ല ദൃശ്യാനുഭവം തരുന്ന തിയേറ്ററുകളിൽ പോയിട്ട് തന്നെ സിനിമ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക് യു.